കഴിഞ്ഞ ദിവസം വന്ന മുംബൈയിൽ നിന്നും വന്നൊരു വാർത്തയായിരുന്നല്ലോ സെയ്ഫ് അലി ഖാന് കുത്തേറ്റ സംഭവം. ആ കേസുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ പുതിയ ചില സംഭവങ്ങൾ വരുന്നുണ്ട്. അതായത് അദ്ദേഹം വീണ്ടും ആശുപത്രിയൊക്കെ വിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അക്രമമുണ്ടായ അതേ വീട്ടിലേക്ക് തന്നെയാണ് അദ്ദേഹം മടങ്ങിയെത്തിയിരിക്കുന്നത്. പൂർണ്ണ വിശ്രമമാണ് ഡോക്ടർമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നടന്റെ മൊഴി കേസിൽ നിർണായകമായിരിക്കും. അപ്പോൾ പ്രേംലാൽ നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായിട്ട്. നോക്കാം എന്താണ് മുംബൈയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. പ്രേംലാൽ, കേൾക്കുന്നില്ലേ? എന്തോ അദ്ദേഹത്തിന് കിട്ടുന്നില്ല, വേഗത്തിൽ കട്ടായി പോയിരിക്കുന്നു. ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. നമ്മളൊക്കെ അന്ന് നടുക്കത്തോടെയാണ് ആ വാർത്ത കണ്ടത്. കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. അന്ന് ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്നുകൊണ്ട് ഒരാൾ സെയ്ഫ് അലി ഖാനെ പോലുള്ള ഒരാളുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം. അതിപ്പോൾ ആർക്കാണെങ്കിലും അത്തരത്തിൽ അക്രമം ഉണ്ടാകുമ്പോൾ നമുക്കൊരു പ്രശ്നം വരും. പിന്നെ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നൊരു നടൻ കൂടിയാണ് സെയ്ഫ് അലി ഖാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഇഷ്ടത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പ്രേംലാൽ, ഏതായാലും അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആശ്വാസകരമാണ്. ഈ കേസ് എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഈ പ്രതിയെ താനയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നല്ലോ. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മുംബൈയിൽ ഏറ്റവും സുരക്ഷയുള്ള ഇടങ്ങളിൽ ഇതുപോലെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ സാധാരണക്കാരായ മനുഷ്യരുടെ അവസ്ഥ എന്താകും? തീർച്ചയായും മനു, അത് തന്നെയാണ് ഈ മുംബൈയിൽ VIP-കളുടെ നേരെയുള്ള ഈ ആക്രമണത്തിൽ സാധാരണക്കാരുടെ നേരെക്കുള്ള സുരക്ഷ എന്ത് തന്നെയായിരിക്കും എന്നുള്ളൊരു ആശങ്കയാണ് നഗരവാസികളിലും ഉണ്ടായിരിക്കുന്നത്. കാരണം ബാന്ദ്ര പോലുള്ള VIP-കൾ താമസിക്കുന്ന, ബോളിവുഡ് താരങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് തുടർച്ചയായിട്ടാണ് ഇങ്ങനെ ഇത്തരം ക്രൈമുകൾ ആവർത്തിക്കപ്പെടുന്നത്. നേരത്തെ സൽമാൻ ഖാൻ നേരിണ്ടായിരുന്നു, പിന്നെ ബാബ സിദ്ദിഖിയെ കൊലപ്പെടുത്തി. ഇപ്പോഴത്തെ വളരെ ഞെട്ടലോടെയാണ് സെയ്ഫ് അലി ഖാന്റെ നേരെ ഉണ്ടായ ഒരു ആക്രമണം. അതും ഇത്തരമൊരു ആഡംബര താമസ സമുച്ചയത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഒരു സ്ഥലത്ത് ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഒരു ആൾ രാത്രി 2:30 കയറി ഇങ്ങനെ ഒരു ആക്രമണം നടത്തുക എന്ന് വെച്ചാൽ വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ്. അത് തന്നെയാണ് നഗരം ചർച്ച ചെയ്യുന്നതും. നഗരം സുരക്ഷയാണെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് തന്നെയാണ് നഗരവാസികളുടെ ആശങ്ക. എന്തായാലും നടൻ 5 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ഇന്നലെ തിരിച്ചെത്തിയത്. വളരെ ആത്മവിശ്വാസവും ആരോഗ്യവാനുമായിട്ടാണ് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. അദ്ദേഹം ആരാധകരെ കൈവീശിയാണ് പഴയ വീട്ടിലേക്ക് തന്നെ പോയത്. ഒരുപക്ഷെ 2-3 ദിവസത്തിന് ശേഷം അദ്ദേഹം പുതിയ വീട്ടിലേക്ക് മാറുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് 2-3 ദിവസം ഇവിടെ ഉണ്ടാവുക. അതേസമയം പ്രതിയെ കൊണ്ടുവന്ന് ഇതിന്റെ തലേദിവസം പ്രതിയെ കൊണ്ടുവന്ന് തെളിവെടുപ്പുകളെല്ലാം നടത്തിയിരുന്നു. രംഗങ്ങളെല്ലാം പുനരാവിഷ്കരിച്ചു. കാര്യങ്ങളെല്ലാം പോലീസ് നടപടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ. ശരി, ഏതായാലും എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടറിയാം.